നിങ്ങൾക്കറിയാമോ, വിവിധ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ ഡീപ് സ്റ്റേറ്റ് അഥവാ അദൃശ്യ ഭരണകൂടം എന്ന സങ്കല്പമാകാമെന്ന്? ശ്രീലങ്ക മുതൽ ബംഗ്ലാദേശ് വരെയും ഇപ്പോൾ നേപ്പാൾ ഉൾപ്പെടെയുമുള്ള വിവിധ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ സമീപകാലത്ത് നടന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും ഭരണമാറ്റങ്ങൾക്കും പിന്നിൽ ഡീപ് സ്റ്റേറ്റ് എന്ന അദൃശ്യ ശക്തിക്ക് പങ്കുണ്ടോ എന്ന ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ട്. ഈ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരത ഒരു യാദൃശ്ചിക സംഭവമാണോ, അതോ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ശക്തിയുടെ കരുനീക്കങ്ങളാണോ എന്ന സംശയമാണ് ഡീപ് സ്റ്റേറ്റ് എന്ന ആശയം വീണ്ടും ചർച്ചാവിഷയമാക്കാൻ കാരണം. എന്താണ് ഡീപ് സ്റ്റേറ്റ്? എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനെ എങ്ങനെ വിലയിരുത്താം? ആദ്യം എന്താണ് ഡീപ് സ്റ്റേറ്റ് അഥവാ അദൃശ്യ ഭരണകൂടമെന്ന് നോക്കാം. ഡീപ് സ്റ്റേറ്റ് എന്നത് ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭരണകൂടത്തിന് പുറത്ത്, എന്നാൽ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ശക്തവും രഹസ്യാത്മകവുമായ ഒരു കൂട്ടം ആളുകളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. രാഷ്ട്രീയമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം, സൈനിക നേതൃത്വം, രഹസ്യാന്വേഷണ ഏജൻസികൾ, സാമ്പത്തിക ശക്തികൾ തുടങ്ങിയവരുടെ ഒരു സമാന്തര ഭരണകൂടമാണിത്. ഡീപ് സ്റ്റേറ്റ് എന്ന ആശയം ആദ്യമായി ഉത്ഭവിക്കുന്നത് തുർക്കിയിലാണ്. തുർക്കിയിലെ സൈനിക നേതൃത്വവും മതേതര ഉദ്യോഗസ്ഥരും ചേർന്ന് രൂപീകരിച്ച എനിറ്റൺ എന്ന സംവിധാനം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ച ചരിത്രത്തിൽ നിന്നാണ് ഈ പദം പ്രചാരത്തിലായത്. പിന്നീട് അമേരിക്കൻ ഐക്യനാടുകളിലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധരും മാധ്യമങ്ങളും ഈ പദം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. രാഷ്ട്രീയക്കാർ മാറുമ്പോഴും ഈ അദൃശ്യ ഭരണകൂടം രാജ്യത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും നിർണായക സ്വാധീനം ചെലുത്തുന്നു. ഇവർ സാധാരണയായി പൊതുജനങ്ങളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞാണ് പ്രവർത്തിക്കുന്നത്. ദേശീയ സുരക്ഷ, സാമ്പത്തിക താൽപ്പര്യങ്ങൾ, ഭരണപരമായ തുടർച്ച എന്നിവയുടെ പേരിൽ ഇവർ തങ്ങളുടെ അധികാരം ഉപയോഗിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ തീരുമാനങ്ങളെ അട്ടിമറിക്കാനും ഇവർ ശ്രമിക്കാറുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ് തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഡീപ് സ്റ്റേറ്റ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് ഒരു തർക്ക വിഷയമാണ്. ഓരോ രാജ്യത്തിൻ്റെയും പ്രത്യേക സാഹചര്യങ്ങളും വ്യത്യസ്തമായതിനാൽ ഇതിനെ ഒറ്റയടിക്ക് വിലയിരുത്താനും വലിയ ബുദ്ധിമുട്ടാണ്. പാകിസ്ഥാന്റെ കാര്യം തന്നെ എടുത്താൽ, ദക്ഷിണേഷ്യയിൽ ഡീപ് സ്റ്റേറ്റ് എന്ന ആശയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഭൂരിഭാഗം കാലവും സൈന്യത്തിന് രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനമുണ്ട്. സൈനിക മേധാവികൾ, രഹസ്യാന്വേഷണ ഏജൻസിയായ ISI എന്നിവരടങ്ങുന്ന ഒരു വിഭാഗം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുകയും അവരുടെ നയങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നതായി പരക്കെ ആരോപണമുണ്ട്. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി സൈന്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ആ സർക്കാരിനെ അട്ടിമറിക്കാൻ സൈന്യം നേരിട്ടോ അല്ലാതെയോ ഇടപെടുന്നതായി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾ, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ സൈന്യത്തിൻ്റെ തീരുമാനം പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ ശക്തമാകാറുണ്ട്. ഇനി ശ്രീലങ്കയുടെ കാര്യം നോക്കാം. ശ്രീലങ്കൻ പ്രതിസന്ധിയുടെ വേരുകൾ പ്രധാനമായും സാമ്പത്തിക രംഗത്തെ കെടുകാര്യസ്ഥതയിലാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളിലെ പാളിച്ചകൾ, ഉയർന്ന കടം, ചൈനയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നിവ ജനങ്ങളെ തെരുവിലിറക്കി. പ്രസിഡന്റ് ഗോതബായ രാജപക്സെയെ പുറത്താക്കിയ ജനകീയ പ്രക്ഷോഭം ഒരു ഡീപ് സ്റ്റേറ്റ് ഇടപെടലിന്റെ ഫലമായിരുന്നോ എന്ന സംശയമാണ് ഉയരുന്നത്. പ്രധാനമായും ശ്രീലങ്കയിലെ പ്രതിസന്ധിക്ക് പിന്നിൽ ജനങ്ങളുടെ രോഷമാണ്. എന്നാൽ ഈ പ്രക്ഷോഭത്തെ ചില വിദേശ ശക്തികളും പ്രാദേശികമായ ചില സാമ്പത്തിക താൽപ്പര്യങ്ങളും മുതലെടുക്കാൻ ശ്രമിച്ചിരിക്കാം എന്ന സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഡീപ് സ്റ്റേറ്റ് എന്ന അദൃശ്യ ശക്തിയേക്കാൾ ശ്രീലങ്കയിലെ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അഴിമതിയും തന്നെയാണ് പ്രധാന വിഷയങ്ങൾ. എന്നാൽ രാജ്യത്തെ സൈനിക നേതൃത്വം പ്രതിസന്ധി ഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടേണ്ടതാണ്. എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്? ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സൈന്യത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സൈനിക അട്ടിമറികളും അടിയന്തരാവസ്ഥകളും ആവർത്തിച്ചു വന്ന ഒരു കാലഘട്ടം ബംഗ്ലാദേശിനുണ്ടായിരുന്നു. ഇന്നും ഭരണകൂടം സൈനിക നേതൃത്വവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം പലപ്പോഴും ഉയരാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കടുത്ത പോരാട്ടങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിരതയെ സാരമായി ബാധിക്കുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്താൻ അവസരം ലഭിക്കുന്നുമുണ്ട്. ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന സങ്കല്പത്തിന് ബംഗ്ലാദേശിന്റെ ചരിത്രപരമായ പശ്ചാത്തലം കൂടുതൽ ശക്തിയും നൽകുന്നു. ഏറ്റവും ഒടുവിലായി നേപ്പാളിൽ നടന്നത്.
നേപ്പാളിലെ രാഷ്ട്രീയ സാഹചര്യം എന്നും അസ്ഥിരമായിരുന്നു. ഭരണമാറ്റങ്ങളും രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങളും അവിടെ പതിവാണ്. ഇന്ത്യ, ചൈന തുടങ്ങിയ അയൽരാജ്യങ്ങളുടെ ശക്തമായ നയതന്ത്ര ഇടപെടലുകൾ നേപ്പാളിലെ രാഷ്ട്രീയത്തെ സാരമായി ബാധിക്കുന്നു. നേപ്പാളിലെ രാഷ്ട്രീയ അട്ടിമറികൾക്ക് പിന്നിൽ ഡീപ് സ്റ്റേറ്റ് ആണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ബാഹ്യശക്തികളുടെ സ്വാധീനം വളരെ വലുതാണ്. ഇന്ത്യയും ചൈനയും നേപ്പാളിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ ഡീപ് സ്റ്റേറ്റ് എന്നത് ഒരു ബാഹ്യശക്തിയായി മാറിയേക്കാം. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ, ഇന്ത്യയിൽ ഡീപ് സ്റ്റേറ്റ് ഉണ്ടോ എന്നത് ഒരു ചർച്ചാ വിഷയമാണ്. പാകിസ്ഥാനിലെ പോലെ സൈന്യത്തിന് രാഷ്ട്രീയത്തിൽ നേരിട്ട് സ്വാധീനമില്ല. എന്നാൽ ഭരണനിർവഹണ സംവിധാനത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ, രഹസ്യാന്വേഷണ ഏജൻസികളിലെ ചില വിഭാഗങ്ങൾ, ചില പ്രത്യേക സാമ്പത്തിക ലോബികൾ എന്നിവർക്ക് രാഷ്ട്രീയ തീരുമാനത്തിൽ സ്വാധീനമുണ്ടോ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. ഡീപ് സ്റ്റേറ്റ് എന്ന വാക്കിന് പകരം അധികാര ലോബികൾ എന്ന പ്രയോഗമാണ് ഇന്ത്യയുടെ സാഹചര്യത്തിൽ കൂടുതൽ അനുയോജ്യമാകുക. വിവിധ വ്യവസായ ഗ്രൂപ്പുകൾ, രാഷ്ട്രീയ സ്വാധീനമുള്ള കുടുംബങ്ങൾ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിലെ ചില ശക്തരായ വ്യക്തികൾ തുടങ്ങിയവർ ചേർന്ന് ഒരു അദൃശ്യ ഭരണ സംവിധാനം രൂപപ്പെടുത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിലോ പാകിസ്ഥാനിലോ കാണുന്നത് പോലെയുള്ള ഒരു ശക്തമായ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഡീപ് സ്റ്റേറ്റ് എന്നത് ഒരു സങ്കല്പമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നത് ഓരോ രാജ്യത്തിൻ്റെയും സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ചില രാജ്യങ്ങളിൽ ഇതൊരു രാഷ്ട്രീയ ഉപകരണം മാത്രമായിരിക്കാം. എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ആദ്യവാദം ഇങ്ങനെയാണ്: ഇതൊരു സങ്കല്പമാണ് എന്ന് തന്നെയാണ്. ഡീപ് സ്റ്റേറ്റ് എന്ന ആശയം പലപ്പോഴും രാഷ്ട്രീയക്കാർ തങ്ങളുടെ പരാജയങ്ങളെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമായി മാറുന്നു. പ്രക്ഷോഭങ്ങളോ രാഷ്ട്രീയ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ അതിനു മുന്നിൽ ഒരു അദൃശ്യ ശക്തിയുണ്ടെന്ന് ആരോപിക്കുന്നത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമായി ഉപയോഗിക്കുന്നു. ഇനി മറ്റൊരു വാദം, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ് ആ വാദം. സൈനിക ഭരണകൂടങ്ങൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നിവ പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളേക്കാൾ ശക്തമായ അധികാരങ്ങളുള്ളവരാണ്. ഇവർക്ക് തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നയങ്ങളെ സ്വാധീനിക്കാനും അട്ടിമറിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഡീപ് സ്റ്റേറ്റ് ഒരു യാഥാർത്ഥ്യവുമാണ്. ഏത് വാദമാണ് ശരിയെന്നത് ഓരോ രാജ്യത്തിൻ്റെയും പശ്ചാത്തലത്തെ ആശ്രയിച്ചിരിക്കും. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ പ്രതിസന്ധികളെ വിലയിരുത്തുമ്പോൾ പലപ്പോഴും സാമ്പത്തിക ഘടകങ്ങൾ, രാഷ്ട്രീയ അഴിമതി, ബാഹ്യശക്തികളുടെ ഇടപെടൽ എന്നിവയാണ് പ്രധാന കാരണങ്ങളായി വരാറ്. ഇവയെല്ലാം കൂടിച്ചേർന്ന് ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന സങ്കല്പത്തിന് ശക്തി പകരുന്നുവെന്ന് മാത്രം.